പ്രകൃതി ദുരന്തങ്ങളുടെ നാടാണ് ജപ്പാൻ. കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനുള്ളിൽ ജപ്പാനിൽ അനുഭവപ്പെട്ടത് 25 ഭൂകമ്പങ്ങളാണ്. 6 വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ് അനുഭവപ്പെട്ടത്. ഈ ഭൂകമ്പ പരമ്പരകളിൽ ഏറ്റവും തീവ്രത കൂടിയത് 6.8 മാഗ്നിറ്റ്യൂഡായിരുന്നു. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി. മണിക്കൂറുകൾക്ക് ശേഷം മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. ജപ്പാൻ്റെ വടക്കൻ തീര മേഖലയായ ഇവാതയിലാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. സമുദ്രത്തിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവകേന്ദ്രമെന്ന് ജാപ്പനീസ് ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജപ്പാനിലെ ഇവാട്ടെ പ്രിഫെക്ചറിൻ്റെ തീരത്ത് ഞായറാഴ്ച വൈകുന്നേരം 5:03 ശക്തമായ ഭൂകമ്പം ഉണ്ടായത്. തുടക്കത്തിൽ ഏകദേശം 10 മൈൽ താഴ്ചയിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത്. USGSഉം ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയും ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി. ഏകദേശം 3.2 അടി വരെ സുനാമി തിരമാലകൾ ഉയരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ അത്രയും ഉയരത്തിൽ തിരമാലകൾ രൂപപ്പെട്ടില്ല. തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. ഇവാട്ടയുടെ തീരത്തുള്ള കുജിയിലും ഒഫുനാറ്റോയിലും ഏകദേശം 8 ഇഞ്ച് വരെ തിരമാലകൾ ഉയർന്നു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ താമസക്കാർക്ക് നിർദ്ദേശം നൽകിയതായി JMA അറിയിച്ചു. പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിൽ പ്രതിവർഷം ഏകദേശം 1500 ഭൂകമ്പങ്ങളാണ് അനുഭവപ്പെടുന്നത്. ലോകത്തിലെ ഭൂകമ്പങ്ങളുടെ ഏകദേശം 18%. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ. 2011 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഫുക്കുഷിമയിൽ വൻ നാശനഷ്ടങ്ങളും ആണവ ദുരന്തത്തിനും കാരണമായി. ജപ്പാനിൽ ദിവസങ്ങളുടെ ഗ്യാപ്പിൽ തുടരെ ഭൂചലനങ്ങൾ ഉണ്ടാകുക പതിവാണ്. ലോകത്ത് സംഭവിക്കുന്ന കാര്യമായ ചലനങ്ങളിൽ 80% പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട അഗ്നിവൃത്തം അഥവാ റിംഗ് ഓഫ് ഫയർ മേഖലയിൽ നിന്നാണ്. ഈ മേഖലയിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ. പസഫിക് സമുദ്രവുമായി തീരം പങ്കിടുന്ന 40,000 കിലോമീറ്ററോളം ദൂരം നീണ്ടുകിടക്കുന്ന മേഖലയാണിത്. പസഫിക്, ഹുവാൻ ഡി ഫുക്ക, കോക്കോസ്, ഇന്ത്യൻ ഓസ്ട്രേലിയൻ, നാസ്ക, നോർത്ത് അമേരിക്ക, ഫിലിപ്പീൻസ് ടെക്ടോണിക് പ്ലേറ്റുകളെല്ലാം ഉൾപ്പെടുന്നതാണ് റിംഗ് ഓഫ് ഫയർ. ലോകത്തെ എല്ലാ അഗ്നിപർവ്വതങ്ങളുടെയും എണ്ണമെടുത്താൽ അതിൽ 3/4 ഭാഗവും റിംഗ് ഓഫ് ഫയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 450 അഗ്നിപർവ്വതങ്ങളാണ് ഇവിടെയുള്ളത്. സജീവമായ ടെക്ടോണിക് പ്ലേറ്റുകൾ സ്ഥിതി ചെയ്യുന്നതിനാൽ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളും ഭൂചലനങ്ങളും റിംഗ് ഓഫ് ഫയർ മേഖലയിൽ സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. ജപ്പാനെ കൂടാതെ ഇന്തോനേഷ്യ, ന്യൂസിലൻഡ് തുടങ്ങിയ 10ലധികം രാജ്യങ്ങൾ ഈ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലാണ് റിംഗ് ഓഫ് ഫയർ അവസാനിക്കുന്നത്.